മൂന്നാറിലെ മനോഹരങ്ങളായ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊരിക്കലും നിർണ്ണയിക്കുവാൻ കഴിയില്ല. മിക്കവാറും എല്ലാ സ്ഥലങ്ങളും മനോഹരങ്ങളാണ്. മൂന്നാറിലെ അതിസുന്ദരങ്ങളായ സ്ഥലങ്ങളിലൊന്നായ ടോപ്പ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1700 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടോപ്പ് സ്റ്റേഷനിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഹൃദയം കവരുന്ന മനോഹരങ്ങളായ കാഴ്ചകളാണിവിടെ. ഇതൊക്കെ നമ്മളെ ഇതിന് വരുമ്പോഴാണ് ഇതുപോലുള്ള രസകരങ്ങളായ കാഴ്ചകൾക്കൊപ്പം ഷോപ്പിംഗ് നടത്തുവാൻ കച്ചവട സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 30 കിലോമീറ്ററോളം മിക്കവാറും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ കൂടി സഞ്ചരിച്ചാണ് ടോപ്പ് സ്റ്റേഷനിലെത്തുന്നത്. ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി വർണ്ണനാതീതമാണ്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ടോപ്പ് സ്റ്റേഷനിലെത്തുവാൻ വാഹനമിറങ്ങി കുറച്ചു ദൂരം നടക്കണം. പോകുന്ന വഴിക്കെല്ലാം നല്ല വ്യൂസ് ആണെങ്കിലും ആദ്യത്തെ വ്യൂ പോയിന്റായി കണക്കാക്കുന്നത് ആ കാണുന്ന വാച്ച് ടവറാണ്. വാച്ച് ടവറിൽ കയറുവാനും 100 മീറ്റർ അകലെയുള്ള രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ പോകുവാനും 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഈ രണ്ട് വ്യൂ പോയിന്റുകളും തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ഉൾപ്പെട്ടതാണ്. മൂന്നാറിൽ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഇവിടെയായിരുന്നു. കൂടാതെ റെയിൽവേയോടൊപ്പം മൂന്നാറിലെ തേയിലയും മറ്റുൽപ്പന്നങ്ങളും താഴ്വരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരുന്ന റോപ്പ് വേയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനവും ഇവിടെയായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ടോപ്പ് സ്റ്റേഷൻ എന്ന പേര് വന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ പശ്ചിമഘട്ട മലനിരകളുടെയും തേനിയിലെ താഴ്വരകളുടെയും ഭംഗി ആസ്വദിക്കുവാൻ കഴിയും. വാച്ച് ടവറിൽ നിന്ന് 100 മീറ്റർ അകലെ താഴ്ചയിലാണ് രണ്ടാമത്തെ വ്യൂ പോയിന്റ്. അതുകൊണ്ട് തിരികെയുള്ള കയറ്റം കയറി വരുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇവിടെ ധാരാളം കുരങ്ങുകളുമുണ്ട്. ഒരുത്തൻ കിട്ടിയ ചോളവും കൊണ്ട് മുങ്ങുന്ന കാഴ്ചയാണ്. ടോപ്പ് സ്റ്റേഷനിലെ പ്രകൃതി ഭംഗി ആസ്വദിച്ച സംതൃപ്തിയോടെ തിരികെ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുപോലുള്ള ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വിൽപ്പന മൂന്നാറിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും കാണുവാൻ കഴിയും. ഒരു 5-6 മൂട് ക്യാരറ്റ് വാങ്ങിയുള്ള വരവാണ്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിലെ വ്യാപാരി സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമൊപ്പമാണ് മൂന്നാറിലേക്ക് വിനോദയാത്ര പോയത്. ഗ്രൂപ്പായി പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. വാഹനത്തിന് പുറത്തും അകത്തും എൻ്റർടൈൻമെൻറ്റുകൾ.
नीले नीले अंबर पर चांद जब आए प्यार बरसाए हमको तरसाए. ഇതിനിടയിൽ ഒരു വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷമാക്കുകയും ചെയ്തു. രാത്രി 11:30 കിളിമാനൂരിൽ നിന്നും യാത്ര തിരിച്ച വിനോദയാത്രാ സംഘം വെളുപ്പിന് 5:30 അടിമാലിയിലെത്തി. അടിമാലിയിലാണ് ഫ്രഷപ്പും ബ്രേക്ക്ഫാസ്റ്റും. അടിമാലിയിൽ നിന്ന് 30 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് മൂന്നാർ ടൗണിലെത്തേണ്ടത്. അടിമാലിയിൽ നിന്നും കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ ഇരുഭാഗത്തും തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ് കണ്ടു തുടങ്ങി. ഒമ്പത് മണിയോടുകൂടി മൂന്നാർ ടൗണിലെത്തി വട്ടവട റൂട്ടിലേക്ക് തിരിഞ്ഞാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയത്. പിന്നെ മൂന്നാറിലെ പ്രകൃതി ഭംഗിയും തേയിലത്തോട്ടങ്ങളും മറ്റു പല കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ടാണ് ടോപ്പ് സ്റ്റേഷനിലെത്തിയത്. ടോപ്പ് സ്റ്റേഷനിലെ ഭംഗിയും ആസ്വദിച്ച് രാത്രിയുടെ തിരികെയുള്ള യാത്ര. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇവിടം തേയിലത്തോട്ടങ്ങളും വനവും വന്യജീവികളും ഇടകലർന്നു കിടക്കുന്ന ഒരു സ്വർഗ്ഗഭൂമി തന്നെയാണ്.